കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും അയച്ചു തരുന്ന കഥകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടെയും പ്രത്യേകതയോടും കൂടി പറയാനായിട്ട് ആ കഥ എടുക്കാനായിട്ടും തിരഞ്ഞെടുക്കാനായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം അയച്ചു തന്ന കഥയാണ്. ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എഴുതിയ കഥയാണ് ഞാനിനി വായിക്കാൻ പോകുന്നത്. സ്വാലിഹായ, ശ്രേഷ്ഠനായ. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം. ശ്രേഷ്ഠനായ മകൻ എന്നാണ് അദ്ദേഹം കഥയ്ക്ക് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പാതി ഉറക്കത്തിൽ നിന്നും മൊബൈൽ റിംഗ് ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. വാരി പുതച്ചിരുന്ന പുതപ്പിനുള്ളിലേക്ക് ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ മറുപടി പറഞ്ഞു. ഉസ്മോ, എഴുന്നേറ്റില്ലേ? ഇല്ല ഇൻവർക്ക. എങ്കിൽ വേഗം എഴുന്നേക്ക്, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ? വീണ്ടും ചോദിച്ചു. ഇല്ല, ഞാനിന്ന് ഫ്രീ ആണ്. ഞാൻ അരമണിക്കൂറിനുള്ളിൽ എത്തും. അൻവർക്ക ഫോൺ കട്ട് ചെയ്തു. AC-യുടെ നല്ല തണുപ്പ്, എഴുന്നേൽക്കാൻ ചെറിയൊരു മടി. ഞാൻ അൻവർക്കയെക്കുറിച്ച് ഓർക്കൂ. എവിടെ നിന്നായിരുന്നു അൻവർക്കയുമായുള്ള സൗഹൃദത്തിന്റെ തുടക്കം? കഴിഞ്ഞ വർഷത്തിലെ ഒരു വെള്ളിയാഴ്ച അടുത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത് കൂടെ നടന്നിരുന്ന ഒരു മനുഷ്യൻ പ്രസന്നമായ മുഖത്തോടെ എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. ഈ ഉള്ളവൻ അങ്ങനെ അൻവർക്കയുടെ നല്ല കൂട്ടായി. ഗുരുവായൂരിനടുത്താണ് അൻവർക്കയുടെ വീട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സൗഹൃദം വളരെ പെട്ടെന്ന് തന്നെ വലുതായി. അൻവർക്ക 40-നടുത്ത പ്രായം, നല്ല വെളുത്ത നിറം, 6 അടിയിലും മുകളിൽ വരുന്ന ഉയരം, എപ്പോഴും ചിരിക്കുന്ന മുഖം, നെറ്റിയിൽ നിസ്കാര തഴമ്പ്. ഇത് ഞാൻ അന്ന് കണ്ടറിഞ്ഞ അൻവർക്ക. പക്ഷെ മറ്റൊരാൾ പറഞ്ഞു ഞാൻ കേട്ടറിഞ്ഞ അൻവർക്ക ഇതൊന്നുമല്ല. അതിന്റെ സത്യം അറിയാനുള്ള ഒരാഗ്രഹവും എന്നിലുണ്ട്. എന്റെ ചിന്തകൾ അങ്ങനെ നീണ്ടു. ഒരവസരത്തിൽ അൻവർക്കയോട് തന്നെ ഇതൊക്കെ ചോദിക്കണം ഞാൻ മനസ്സിൽ കരുതി. ചിന്തകളിൽ നിന്ന് മുക്തി നേടി ഞാൻ അടുത്ത കട്ടിൽ കിടക്കുന്ന കൊച്ചിക്കാരനായ അമ്മാറിനെ നോക്കി. രാത്രി 1 മണി കഴിഞ്ഞ് കാണും അമ്മാർ റൂമിലെത്തുമ്പോൾ. ഇപ്പോൾ ഉറക്കത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ആളൊരു രസികനാണ്. ഞങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു 24-കാരൻ. ഞാൻ പതുക്കെ എഴുന്നേറ്റു. ഷംസീറും അലീക്കയും നല്ല ഉറക്കം തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ഉറക്കം ഒരാഴ്ചയുടെ ബാക്കി ഉറക്കമാണല്ലോ. ഞാൻ കുളിച്ചിറങ്ങി. ഡ്രസ്സ് മാറുമ്പോൾ അമ്മാറിന്റെ ഉറക്കത്തിലുള്ള ചിരി കേട്ടു. ആ ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസൻ സ്വപ്നം കണ്ട് ചിരിക്കുന്ന പോലുള്ള ചിരി. ഞാൻ പതുക്കെ ചെന്ന് ഒരു അടി കൊടുത്തു. അമ്മാർ എഴുന്നേറ്റു. എന്താടോ, മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. അമ്മാർ പിറുപിറുത്തു. പുതപ്പ് വീണ്ടും തലയിലൂടെ മൂടുന്നതിനിടെ ചോദിച്ചു, എവിടേക്കാ? രാവിലെ തന്നെ ഒരു പരിചയക്കാരൻ വരുന്നുണ്ട്, പുറത്തു പോകുകയാ. നീ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞേക്ക്. ഞാൻ പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങി. ദുബായിൽ ഞങ്ങൾ താമസിക്കുന്ന ഇന്റർനാഷണൽ സിറ്റിയിലെ ഇറ്റലി എന്ന ബിൽഡിങ്ങിന് മുന്നിൽ ഞാൻ അൻവർക്കയും കാത്തുനിന്നു. അധികം തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല. സമയം 8 മണിയാകുന്നതേയുള്ളൂ. അല്പസമയത്തിനകം അൻവർക്ക കാറുമായി വന്നു. ഞാൻ സലാം ചൊല്ലി കാറിൽ കയറി. അൻവർക്ക ഫോണിൽ തന്റെ മൂത്ത മകനോട് സംസാരിക്കുന്നു. 13 വയസ്സുകാരനാണ്. തമാശ പറച്ചിലും ചിരിയും ഒക്കെയായി ഒരു ബാപ്പയും മകനും. ബാപ്പയുടെ സ്നേഹം കൊടുത്ത് മകന്റെ സ്നേഹം തിരിച്ചു വാങ്ങുന്നു. ഉപ്പ പിന്നെ വിളിക്കാം, ഉണ്ണിയെ നീ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അൻവർക്ക ഫോൺ കട്ട് ചെയ്തു. എന്താ ഉസ്മു, രാവിലെ നിനക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല അൻവർക്ക, നമ്മൾ എവിടേക്കാ പോകുന്നേ? റാസൽ ഖൈമയിലേക്ക്. ഇനി രാത്രിയെ തിരിച്ചു വരുള്ളൂ കേട്ടോ, അൻവർക്ക പറഞ്ഞു. അവിടെ അനിയന്റെ അടുത്തേക്കാണോ? അതെ. അൻവർക്ക റേഡിയോ ഓൺ ചെയ്തു. എനിക്ക് കുറേ ചോദിക്കാനുണ്ട് അൻവർക്കയോട്. ഞാൻ കേട്ടറിഞ്ഞ അൻവർക്കയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ കിടക്കുന്നു. എങ്ങനെ തുടങ്ങണം? അൻവർക്ക, നിങ്ങൾ എത്ര മക്കളാ? എന്റെ ചോദ്യം. ഞങ്ങൾ 6 പേർ, 2 ആണും 4 പെണ്ണും. പെങ്ങന്മാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു? എല്ലാവരുടെയും കഴിഞ്ഞു. അൻവർക്കയുടെ ഉപ്പയും ഉമ്മയും. ഉപ്പ മരിച്ചു, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ ചോദ്യങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നു. മറ്റൊരാളുടെ ജീവിതമാണ്, അതറിഞ്ഞിട്ട് എന്ത് കാര്യം എന്നെനിക്കറിയാം. പക്ഷെ അൻവർക്കയെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞ് ഞാൻ കേട്ടത് അങ്ങനെയല്ല. അതെനിക്ക് അറിയണം. അൻവർക്ക ദുബായിലെത്തിയിട്ട് 10 വർഷമായി എന്നല്ലേ പറഞ്ഞത്? അൻവർക്കയുടെ ഉപ്പ എന്നാ മരിച്ചത്? കുറച്ചുനേരം അൻവർക്ക ഒന്നും മിണ്ടിയില്ല. നിനക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന മറുചോദ്യം ചോദിച്ചു. കുറേ നേരത്തെ മൗനത്തിന് ശേഷം അൻവർക്ക പറഞ്ഞു, നീ ആയത് കാരണം ഞാൻ പറയാം. എന്റെ 28-ാമത്തെ വയസ്സിലായിരുന്നു ഉപ്പ മരിച്ചത്. എന്റെ ഓർമ്മകളിൽ ഞാൻ എന്റെ ഉപ്പയോട് സ്നേഹത്തിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. ഉപ്പയോട് മാത്രമല്ല, എന്റെ വീട്ടിൽ ആരുമായും വലിയ അടുപ്പമൊന്നും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. എനിക്കൊരു പുറം ലോകമുണ്ടായിരുന്നു. അവിടെ കുറേ കൂട്ടുകാരും. ഒരു പോക്കങ്ങ് പോയാൽ വരുന്നതെല്ലാം ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. അടിയും പിടിയും കേസും ഒക്കെയായി നടന്നിരുന്ന ഒരു കാലം. ചിലവിനുള്ള കാശ് ഉപ്പ കഷ്ടപ്പെട്ട് അയക്കുന്ന പണമായിരുന്നു. ഒരിക്കൽ ഉപ്പ നാട്ടിൽ ലീവിന് വന്ന സമയം എനിക്ക് കുറച്ചു പൈസയുടെ അത്യാവശ്യമുണ്ടായിരുന്നു. ഉപ്പയുടെ പേഴ്സിൽ നിന്നും ഞാൻ കാശെടുത്ത് ഇറങ്ങുമ്പോൾ ഉപ്പ എന്റെ കയ്യിൽ പിടിച്ചു. ഞാൻ ആ കൈ തട്ടിമാറ്റി. ഉപ്പയെ പിടിച്ചൊരുന്ത്. ഞാൻ ആ കാശുമായി എന്നെ കാത്തുനിന്നിരുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. ഉമ്മയും പെങ്ങന്മാരും കരഞ്ഞുകൊണ്ട് ഉപ്പയെ താങ്ങിയെടുത്തു.
2 ദിവസം കഴിഞ്ഞ് ലഹരിയുടെ കെട്ടിറങ്ങി ഞാൻ വരുമ്പോൾ ഉപ്പ ഹോസ്പിറ്റലിലായിരുന്നു. എന്തോ വല്ലാത്ത വിഷമമായി എനിക്ക്. അതുവരെ എനിക്കുണ്ടാകാതിരുന്ന ഒരു വിഷമം. ഉപ്പയുടെ അടുത്തേക്ക് ഞാൻ പാഞ്ഞു. അന്ന് രാത്രി എന്റെ മടിയിൽ കിടന്ന് എന്റെ ഉപ്പ മരിച്ചു. ഉറക്കമില്ലാത്ത രാത്രികൾ. എവിടെ തിരിഞ്ഞാലും ഉപ്പയുടെ മുഖം മാത്രം. വീട്ടിൽ ആരും എന്നോട് മിണ്ടുന്നില്ല. മനസ്സിന് വലിയ ഒരു പിരിമുറുക്കം. ഒടുവിൽ ഞാൻ അറിഞ്ഞു എന്റെ ജീവിതത്തിൽ എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളെക്കുറിച്ച്. തെറ്റുകളുടെ കൊടുമുടി തീർത്ത ഒരു ജീവിതമായിരുന്നു. അതും വെറും 28 വയസ്സിനുള്ളിൽ. എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും മനസ്സുകളെ വിഷമിപ്പിച്ച ഒരു ജീവിതം. എല്ലാം കൊണ്ട് ഞാൻ നിരാശനായി. ഞാൻ ചിന്തിച്ചു, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? പക്ഷേ മരണപ്പെട്ടുപോയ എന്റെ ഉപ്പയ്ക്കോ? ഒരുപാട് ഞാൻ ആലോചിച്ചു. തട്ടഹസിച്ചു പെയ്യുന്ന മഴ കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് നടന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വലിയ ഉസ്താദിനടുത്തേക്ക്. ഉസ്താദ് എന്നെ റൂമിലേക്ക് വിളിച്ചിരുത്തി. എനിക്കറിയാമായിരുന്നു താൻ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ വീടുമായും ഉപ്പയുമായും വളരെ അടുപ്പമുള്ള ഉസ്താദ്. ഞാൻ പൊട്ടിക്കരഞ്ഞു. കരച്ചിലിനിടെ ഞാൻ ചോദിച്ചു, എന്റെ ഉപ്പയ്ക്ക് വേണ്ടി എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഉപ്പയെ ശാരീരികമായും മാനസികമായും വല്ലാതെ വേദനിപ്പിച്ചു. ഈ മഹാപാപം എങ്ങനെ തീർക്കും? കരഞ്ഞു കരഞ്ഞ് ഞാൻ ഉസ്താദിന്റെ മടിയിൽ വീണു. പതുക്കെ അദ്ദേഹം എന്നെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വാലിഹായ നല്ല മകൻ, ആ നല്ല മകന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുമെന്ന്. അതിന് നീ ആദ്യം ശ്രേഷ്ഠനാവണം. അതെ, നല്ലവനാകണം. ചുരുങ്ങിയ വാക്കുകളിൽ ഒരു പുതിയ ജീവിതം എനിക്ക് കൈവന്നു. അവിടുന്നായിരുന്നു ഈ അൻവറിന്റെ മാറ്റം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അൻവർക്ക് പറഞ്ഞു നിർത്തി. എന്തായാലും ഉസ്മാൻ എഴുതിയ ഈ ഒരു കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലവനായ മകന് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒരു കുടുംബത്തിന് വേണ്ടി, അതാണ് ശരിക്കും ഈ കഥയുടെ